ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ്. റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന കാര്യം നമുക്കറിയാം. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രധാനമായിട്ടും 6 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. തുല്യതയ്ക്കുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് 14 തൊട്ട് 18 വേണം. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, അത് 19 തൊട്ട് 22 വരെയാണ്. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കും കേട്ടോ. ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ളത് 23 തൊട്ട് 24 വരെ. പിന്നെ മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം, ഫ്രീഡം ഓഫ് റിലീജിയൻ 25 തൊട്ട് 28 വരെ. ദെൻ മൈനോറിറ്റീസിനുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പറയുന്നത് 29, 30 ആണ് പറയുന്നത്. ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇത്തരം ഒരുപാട് റൈറ്റുകൾ സ്റ്റേറ്റ് ഗ്യാരണ്ടി ചെയ്യുക എന്ന് മാത്രമല്ലല്ലോ, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റെമഡിയും കൂടി പ്രൊവൈഡ് ചെയ്യണം അല്ലെ. സോ 32 അതിനുള്ള റെമഡി പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. 5 റിട്ടുകളെ കുറിച്ചിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു ക്ലാസ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പം 6 കാറ്റഗറീസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ തുടക്കത്തിൽ അത് 7 എണ്ണം ഉണ്ടായിരുന്നു. 7ാമത്തെ ഏതാണോ? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അത് ആർട്ടിക്കിൾ 31 ആയിരുന്നു കേട്ടോ. ആർട്ടിക്കിൾ 31 ആയിരുന്നു. എന്നാൽ അത് 1978 44ാമത്തെ അമെന്റ്മെന്റിലൂടെ എന്ത് ചെയ്യപ്പെട്ടു? അത് റിമൂവ് ചെയ്തു. ഓക്കെ, കറന്റ്ലി അതിന്റെ സ്റ്റാറ്റസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റൈറ്റ്സ് ആണ്. അത് 300 ആർട്ടിക്കിൾ 300A, അതായത് പാർട്ട് 12 കേട്ടോ. പാർട്ട് 12 300A ഒരു ലീഗൽ റൈറ്റ്സ് ആയിട്ട് ഇപ്പൊ അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അത് എന്തായാലും നന്നായിട്ട് ഓർത്തു വെക്കണം. കാരണം അത് പലപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 7 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. കറന്റ്ലി അത് 6 കാറ്റഗറീസ് ഉള്ളത്. 31 നമ്മൾ എന്ത് ചെയ്തത്? റിമൂവ് ചെയ്തത്. 1978 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെ ആയിരുന്നു. ഓക്കെ, കറന്റ്ലി അത് 300A അതായത് പാർട്ട് 12 പറയുന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് 14 തൊട്ട് 18 വരെയുള്ള ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെയാണ് അത് പറഞ്ഞു പോകുന്നത്. 14ാമത്തതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. 2 കാര്യമാണ് പറഞ്ഞത്. ഇവിടെ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എനി പേഴ്സൺ, അതായത് സിറ്റിസൺ ആയിരിക്കാം അല്ലെങ്കിൽ നോൺ സിറ്റിസൺ ആയിരിക്കാം. ആരായാലും ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ലോക്ക് മുന്നിൽ എന്താണ്? തുല്യരാണ്. അത് മതത്തിന്റെയോ റൈസിന്റെയോ അല്ലെങ്കിൽ സെക്സിന്റെയോ പ്ലേസ് ഓഫ് ബർത്തിന്റെയോ ഒന്നിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിച്ച് കാണാൻ പാടില്ല. ലോന്റെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, എല്ലാവർക്കും എന്താണ്? ഈ പ്രൊട്ടക്ഷൻ, ഈക്വൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ലോ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതായത് 2 കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ദ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും. അതായത് ഇക്വാലിറ്റി ബിഫോർ ദ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോ പേഴ്സൺ ഈസ് എബവ് ലോ. ലോയാണ് സുപ്രീം. ലോന്റെ മുകളിലായിട്ട് ആരുമില്ല. ലോന്റെ താഴെയാണ് എല്ലാവരും. അത് എത്ര വലിയ ക്ലാസ്സിലുള്ള, എത്ര വലിയ ഹൈ പൊസിഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ലോന്റെ മുമ്പിൽ ഈക്വൽ ആണ്. പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ലോന്റെ മുമ്പിൽ എല്ലാവരെയും ഒറ്റ കണ്ണോട് കൂടിയിട്ട് മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളത്. അതാണ് നീതിദേവത. കണ്ണ് കെട്ടിയ നീതിദേവത നിങ്ങൾ കണ്ടിട്ടില്ലേ? നോ പേഴ്സൺ ഈസ് അബവ് ദ ലോ എന്നുള്ളതാണ്. ദെൻ ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്, ഈക്വൽ ആൻഡ് അൺഈക്വൽ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് അലൈക്ക്. അതായത് ഒരേ കാറ്റഗറിയിലുള്ള ലൈക്ക്, അതായത് ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് എന്നുള്ളതാണ്. അതായത് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. അതേപോലെ ഈക്വലിനെയും
അൺഈക്വലിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പോ ചില ആൾക്കാർക്ക് നമ്മൾ ചില എന്ത് കൊടുക്കേണ്ടി വരും, ചില കൺസിഡറേഷൻ അല്ലെങ്കിൽ ചില പ്രിവിലേജസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കും ചെയ്യൂല. ഇപ്പോ സ്ത്രീകൾക്ക് ചില കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. അതേപോലെ ഇപ്പോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചില റിസർവേഷനും കൺസേണും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. സോ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അവരെ പോലെയുള്ള ആൾക്കാരെ കൂട്ടത്തിൽ അവരെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടത്തിൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളും ഡിസേബിൾഡ് അല്ലാത്ത ആളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും. അതായത് നോ പേഴ്സൺ ഇസ് അബൌവ് ദ ലോയും ഉണ്ട്, ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്നുള്ളത് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ചു വെച്ചിരുന്ന പ്രൊട്ടക്ഷൻ അല്ലെ, വേൾഡ് പോലീസ് കളിക്കുന്നത് ആരാണ്? അമേരിക്കയാണ് അല്ലെ. വേൾഡ് പോലീസ് പ്രൊട്ടക്ഷൻ, എല്ലാ രാജ്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കണ്ട് വേൾഡ് പോലീസ് കളിക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. സോ ആ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് എനി പേഴ്സൺ, രണ്ടാമത്തെ ബിഫോർ ദ ലോ, അതേപോലെ എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. സോ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പേഴ്സൺ ഈസ് അബോവ് ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് എന്നുള്ളതാണ്. സോ ഇക്വാലിറ്റി ബിഫോർ ലോ നമ്മൾ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നുള്ളത് നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ആർട്ടിക്കിൾ 15. ഇവിടെ പറഞ്ഞ ഡിസ്ക്രിമിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ലോ കോളേജിൽ എത്തിയിട്ട് പഠിച്ചു പോകും. ഇവിടെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഏതൊക്കെ ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ആർട്ടിക്കിൾ 15ന്റെ കീഴിൽ പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്ന് റിലീജിയൻ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. റൈസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിനൊന്നും അടിസ്ഥാനത്തിൽ വ്യക്തികളെ എന്ത് ചെയ്യപ്പെടാൻ പാടില്ല, വിവേചനം ആരോടും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എന്ത്, ചില പ്രൊവിഷൻസ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് കൊടുക്കണം, ചില പ്രിവിലേജസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ SC ST OBCക്ക് റിസർവേഷനെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് 15 ക്ലോസ് 4ലും 5ലും പറയുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ആലോചിക്കുക. സോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് ആർട്ടിക്കിൾ 15ൽ പറയുന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കാം. അതിന്റെ കീഴിൽ വരുന്ന ഗ്രൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയൻ, റൈസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും വിവേചനം ആരോടും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 15 പറയുന്നത്. ദെൻ 16 പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ഗവൺമെന്റ് സെക്ടറുകളിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ്, റിസർവേഷൻ അലൗ ചെയ്യപ്പെടുന്നുണ്ട് ആർട്ടിക്കിൾ 16 ക്ലോസ് 4 അടിസ്ഥാനമാക്കിയിട്ട് എന്നുള്ളതാണ്. സോ ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ്. അതിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഇന്ത്യൻ സിറ്റിസൺ ആണോ അവർക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിലേക്ക് മത്സരിക്കാനും എക്സാം എഴുതാനും അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുമുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറഞ്ഞു വെക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 17 പറഞ്ഞു വെക്കുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്നുള്ളത്. അതായത് ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഏത്, ആർട്ടിക്കിൾ 17 എന്നുള്ളത്. അത് മുൻകാലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മുമ്പ് കാലഘട്ടത്തിലൊക്കെ എന്തുണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട്. ജാതി അടിസ്ഥാനത്തിൽ വിവേചനവും അതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും തമ്മിൽ എന്തുണ്ടായിരുന്നു, അസമത്വങ്ങൾ നിലനിൽക്കുകയും ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാരെ എന്ത് ചെയ്തിരുന്നു, അല്ല താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ തൊട്ടുകൂടാ, കണ്ടുകൂടാ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിവേചനങ്ങൾ നിലനിന്നിരുന്നു. സോ അതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള, അത് അബോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്നുള്ളത്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടും ഉണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് 1955 ആക്ട് ആണ്. സോ അതിനെ പിന്നീട് അമെന്റ്മെന്റ് ചെയ്തിട്ട് 1976 എന്ത് ചെയ്തിട്ടുണ്ട്, സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്
പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. സോ ഇതെന്താണ് 1976 നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇതിന് കൂടുതൽ ബലം നൽകുന്ന ഒരു ആക്ട് ആണ് കേട്ടോ. ദെൻ ആർട്ടിക്കിൾ 18 പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. അതായത് ഇപ്പോ എന്താണ് പണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് ടൈറ്റിൽസ് വ്യക്തികൾക്ക് കൊടുത്തിരുന്നു അല്ലെ. സർ, അതേപോലെ എന്താണ് ബഹദൂർ ഖാൻ, അല്ലെങ്കിൽ എന്താണ് റായ് ബഹദൂർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൈറ്റിൽസുകൾ എന്ത് ചെയ്യുന്നു വ്യക്തികൾക്ക് ഓരോരോ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തിരുന്നു. അത് എന്ത് ചെയ്ത് അബോളിഷ് ചെയ്തിട്ടുള്ള അതാണ്. അങ്ങനെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരും മറ്റു ജനങ്ങളും തമ്മിൽ എന്തോ ഒരു വിവേചനം നിലനിൽക്കും എന്നുള്ളതാണ്. സോ അതിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 18 കൊണ്ടുവന്നിട്ടുള്ളത്. സോ പക്ഷെ എന്താണ് മിലിറ്ററി, അതേപോലെ എഡ്യൂക്കേഷണൽ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോ എന്തെങ്കിലും മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന എന്താണ് എന്തെങ്കിലും ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അശോക് ചക്ര, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ അതേപോലെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടൈറ്റിൽസ് അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത്രയാണ് 14 തൊട്ട് 18 വരെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. 14 പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതിൽ തന്നെ നമ്മൾ നോക്കേണ്ടത് ഒന്ന് എനി പേഴ്സൺ ആണ്. ദെൻ എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടനിൽ നിന്നും, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഇക്വാലിറ്റി ബിഫോർ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോ പേഴ്സൺ ഈസ് എബവ് ദ ലോ എന്നുള്ളതാണ്. ഒരു വ്യക്തിയും ലോക്ക് മുകളിലല്ല, ലോയാണ് സുപ്രീം എന്നുള്ളതാണ്. ദെൻ എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് എന്നുള്ളതാണ്. ദെൻ നമ്മൾ ആർട്ടിക്കിൾ 15 പറഞ്ഞു. 15 കീഴിൽ വരുന്ന ഗ്രൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ റിലീജിയൻ, റൈസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 16 പറഞ്ഞു ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റിൽ കൊടുക്കണം എന്നുള്ളതും. ദെൻ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നമ്മൾ പറഞ്ഞു. 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അപ്പം